വളരെ പഴയ കാലം മുതൽക്കേ തന്നെ മേടം 1 വർഷാരംഭമായിട്ട്, അതായത് 1-ാമത്തെ മാസമായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ വർഷാരംഭം വിഷുക്കണി കാണുന്നു. അപ്പോൾ വരുന്ന ഒരു വർഷം മുഴുവനും ആഹ്ലാദകരവും ഐശ്വര്യപൂർണവുമാക്കാൻ വേണ്ടിയിട്ടാണ് കണി കാണുന്നത്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മൾ വിഷുക്കണി ഒരുക്കും. ആയാലും നമ്മൾ ഉപയോഗിക്കണം. ഓട്ടുരുളിയിലാണ് കണി ഒരുക്കേണ്ടത്. ഉരുളി തേച്ച് വൃത്തിയാക്കണം. ഉണക്കല്ലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. ഇതിൽ തന്നെ നാളികേര മുറികൾ, അതായത് ഒരു നാളികേരം ഉടച്ചിട്ട് അതിൽ നമ്മൾ തിരി ഇട്ട് എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കണം. അതുപോലെ തന്നെ കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം. കേട് ഒന്നുമില്ലാത്ത നല്ല സ്വർണ്ണവർണ്ണത്തോട് കൂടിയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ നല്ല ഒരു കണിവെള്ളരി വയ്ക്കുക. അതുപോലെ ചക്ക, മാങ്ങ, കദളിപ്പഴം. ഇത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമായിട്ടാണ് വിശ്വസിക്കുന്നത്. അതുപോലെ മാങ്ങ സുബ്രഹ്മണ്യ സ്വാമിയുടെ, കദളിപ്പഴം ഉണ്ണിക്കണ്ണൻ്റെ. അപ്പോൾ ഇത്രമേലായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വാൽക്കണ്ണാടിയാണ്. വാൽക്കണ്ണാടിക്ക് ഭഗവതിയുടെ സ്ഥാനമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വയ്ക്കണം. തൊട്ടടുത്ത് താലത്തിൽ ഒരു കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വയ്ക്കുക. അതോടൊപ്പം തന്നെ ഒരു കുങ്കുമച്ചിപ്പും കൺമഷിക്കൂടും. ഈ നാണയത്തുട്ടുകൾ വെറ്റിലും പാക്കും വെച്ചിട്ട് അതിൽ വെച്ചാൽ മതി, അതിനോടൊപ്പം വയ്ക്കുക. ലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് സ്വർണവും നാണയവും. അതുപോലെ ഗ്രന്ഥം സരസ്വതി ദേവിയാണ് കുറിക്കുന്നത്. പിന്നെ കണിക്കൊന്ന, പൂവ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5 തിരിയിട്ടിട്ടോ വിളക്ക് കൊളുത്തി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വയ്ക്കുക. ഈ വെള്ളം കണ്ണിൽ തൊട്ടതിന് ശേഷം കണി കാണും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് നിലവിളക്ക്, ഓട്ടുരുളി, ഉണക്കല്ലരി, നെല്ല്, നാളികേരം, കണിവെള്ളരി, ചക്ക, മാമ്പഴം, കദളിപ്പഴം, വാൽക്കണ്ണാടി, കൃഷ്ണവിഗ്രഹം, അതുപോലെ എള്ളെണ്ണയാണ് വേണ്ടത്. പിന്നെ കണിക്കൊന്നപ്പൂവ്, കോടിമുണ്ട്, ഗ്രന്ഥം, സ്വർണം, നാണയം, കൺമഷിക്കൂട്, കുങ്കുമത്തിൻ്റെ ഒരു ചെപ്പ്, വെറ്റില അടയ്ക്ക, പിന്നെ കിണ്ടിയിൽ അതിൽ വെള്ളം. ഇത്രയാണ് വിഷുക്കണി ഒരുക്കാനായിട്ട് വേണ്ടത്.